ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിവാഹം എന്നത് ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി നമുക്കറിയാം. ഈ ഉടമ്പടി ചിലർക്ക് തോന്നിയേക്കാം വിവാഹിതരായ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഉള്ള ഒരു ഉടമ്പടിയാണ്. അല്ല എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, അവർ കണ്ടെത്തി അവരുടെ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടെന്ന്. അതിനുശേഷം അവർ പറഞ്ഞൊരു കാര്യം, ഭർത്താവ് അത് ഗൗരവപൂർവ്വം എടുക്കാതെ വന്നപ്പോൾ ഞാൻ പിന്നെ എൻ്റേതായ വഴിയിലൂടെ പോകാൻ തുടങ്ങി. പറഞ്ഞാൽ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടായിരുന്നു, അതേക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഭാര്യയും എന്നാൽ ഞാനും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല, എൻ്റെ ഭർത്താവ് ഇങ്ങനെ കാണിച്ചത് കൊണ്ടല്ലേ എന്നുള്ള ആ ഒരു ചിന്ത അവരെ ഭരിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് വിവാഹത്തിൽ ഉടമ്പടി 2 പാർട്ടികളാണ് ഉടമ്പടിക്ക് ഉള്ളത്. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലല്ല, മറിച്ച് ദൈവവും ദമ്പതിമാരും തമ്മിലാണ് ആ ഉടമ്പടി. ദൈവമാണ് ഒരു പാർട്ടി, രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ചേരുന്നതാണ്. ദൈവം ഉടമ്പടി ലംഘിച്ചാൽ ഉടമ്പടി ലംഘിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ അതൊരിക്കലും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും വരില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ജീവിത പങ്കാളി ഉടമ്പടി ലംഘിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക്, ദമ്പതിമാരിൽ ഒരാൾക്ക് ഉടമ്പടി ലംഘിക്കാനുള്ള അവകാശമില്ല. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഈ ഉടമ്പടി ലംഘിക്കപ്പെടില്ല. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം എടുത്തു പറയുന്ന ഒരു വചനമാണ് ജെറമിയായുടെ പുസ്തകം 31:3 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ഭവനമേ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവുമാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ പ്രത്യേകത എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നിലയ്ക്കില്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരിക്കലും മാഞ്ഞു പോകില്ല. മരണം വരെ, നമ്മുടെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹം ദൈവത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നീണ്ടു നിൽക്കുന്ന ഒരു വിശ്വസ്തത ദൈവത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഉടമ്പടി പാലിച്ചാൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വൻ കൃപ, വലിയ അനുഗ്രഹമാണ്. അത് ജീവിത പങ്കാളി അവിശ്വസ്തത കാണിച്ചാൽ പോലും ഉടമ്പടി പാലിക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ വിശ്വസ്തത തുടരാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ മേൽ വൻ കൃപ വർഷിക്കും. ഇതിന് വലിയ ഒരു തെളിവാണ് ഹോസിയായുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഏതാനും അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഹോസിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. അവൻ ഗോമറിനെ വിവാഹം കഴിച്ചു, ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച്. ഗോമർ അവിശ്വസ്തത കാണിച്ചു, പക്ഷേ ഹോസിയ അവിശ്വസ്തത കാണിച്ചില്ല. അവൻ വിശ്വസ്തത തുടരുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ വെളിച്ചത്തിലാണ് ദൈവം പറഞ്ഞത്, ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം, വിശ്വസ്തത ഈ ഹോസിയ ഗോമറിനോട് കാണിച്ച അതേ സ്നേഹമാണ്. പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള ഉടമ്പടി പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്, ഉടമ്പടി ലംഘിച്ചാൽ നമുക്ക് സംഭവിക്കാവുന്നത് വൻ നഷ്ടമാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം വിജയം വരിച്ച യുദ്ധങ്ങൾ, ഇസ്രായേൽ ജനം യുദ്ധത്തിൽ തോറ്റ സംഭവങ്ങൾ. അത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വിശ്വസ്തരായിട്ട് ഇസ്രായേൽ ജനം കഴിഞ്ഞ കാലമെല്ലാം ആർക്കും അവരെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. അവർ അവിശ്വസ്തത കാണിച്ചപ്പോഴാണ്, ഉടമ്പടി ലംഘിച്ചപ്പോഴാണ് ശത്രുക്കൾ അവരെ പരാജയപ്പെടുത്തിയത്, ശത്രുക്കൾക്ക് അവരെ കീഴ്പ്പെടുത്താനുള്ള ആ ഒരു അവസരം ലഭിച്ചത്. പറയുണ്ട്, വിശ്വസ്തരായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം, പ്രത്യേകിച്ച് വിവാഹ ജീവിതം വിജയപ്രദമാകും. ജീവിത പങ്കാളിക്ക് തെറ്റുപറ്റിയാൽ പോലും നമുക്ക് തെറ്റുപറ്റാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവം ആ അവിശ്വസ്തത പരിഹരിച്ച് നമ്മെ വീണ്ടെടുക്കുന്ന അനുഭവം ഉണ്ടാകും. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വളരെയേറെ വേദനിക്കുന്ന ദമ്പതിമാരുണ്ട്. അവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും
ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുവാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബത്തെ ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.